പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ വലഞ്ഞു. മതിയായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്ന് നാട്ടുകാർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂലൈ 1 മുതൽ ഉദയാസ്തമന പൂജ ദിവസങ്ങളിൽ നടപ്പാക്കാനിരുന്ന VIP ദർശന നിയന്ത്രണം ഒഴിവാക്കും. പൊതു അവധി ദിവസങ്ങളിലെ ദർശന നിയന്ത്രണം തുടരും. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ അറ്റകുറ്റപ്പണികൾ ജൂലൈ 5-നകം പൂർത്തിയാക്കാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. പണി പൂർത്തിയാക്കിയ പാലക്കൽ അമ്മാടം റോഡ് ചൊവ്വാഴ്ച തുറന്നു നൽകുമെന്ന് മന്ത്രി. ദേശീയപാത പട്ടിക്കാട് 1600 ലിറ്റർ സ്പിരിറ്റുമായി 4 പേർ എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് പറവൂർ സ്വദേശികൾ. പ്രതികളിൽ നിന്ന് 1,10,000 രൂപ കണ്ടെടുത്തു. കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കിയ വെള്ളിക്കുളങ്ങര സർക്കാർ മൃഗാശുപത്രിയുടെ പുനർനിർമ്മാണം നീളുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം തുക അനുവദിക്കുന്നില്ലെന്ന് പരാതി. മാള വടമയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഓമ്നി വാൻ കത്തിനശിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വരാക്കര സ്വദേശി ലിൻസന്റെ വാനാണ് കത്തിനശിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ വലഞ്ഞു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞെത്തിയ രോഗികളാണ് വരി നിന്ന് വലഞ്ഞത്. ഒരു ഡോക്ടർ മാത്രമാണ് ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ ഏറെ നേരം കാത്തുനിന്നാണ് ഡോക്ടറെ കണ്ടത്. ഇതിനിടെ രോഗികൾ പലരും മടങ്ങിപ്പോയതായും പറയുന്നു. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ 1-ാം ഷിഫ്റ്റിൽ 2 ഡോക്ടർമാർ ഉണ്ടായിരുന്നുവെങ്കിലും ഉച്ചതിരിഞ്ഞ് രാത്രി 8 വരെയുള്ള 2-ാം ഷിഫ്റ്റിൽ ഒരു ഡോക്ടറുടെ സേവനമാണ് ഉണ്ടായിരുന്നത്. ശനിയാഴ്ചത്തെ രാത്രി ഷിഫ്റ്റിലും ഒരു ഡോക്ടറെയാണ് നിയോഗിച്ചിട്ടുള്ളത്. നിലവിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർക്ക് അത്യാഹിത വിഭാഗവും നോക്കേണ്ട അവസ്ഥയാണ്. മലയോര മേഖലയിൽ നിന്നുൾപ്പെടെ പല ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് രോഗികളാണ് താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. കിലോമീറ്ററുകൾ താണ്ടിയെത്തുന്ന രോഗികൾ ഡോക്ടർമാരുടെ കുറവുമൂലം സ്വകാര്യ ആശുപത്രികളിലേക്ക് പോവുകയാണ് പതിവ്. പനിയും മറ്റ് അസുഖങ്ങളുമായെത്തുന്ന സാധാരണക്കാരായ രോഗികളെ വലയ്ക്കാതെ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ നിയന്ത്രണ വിധേയമായതിനാൽ ജൂലൈ 1 മുതൽ ഉദയാസ്തമന പൂജാ ദിവസങ്ങളിൽ നടപ്പാക്കാനിരുന്ന VIP ദർശന നിയന്ത്രണം ഒഴിവാക്കാൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പൊതു അവധി ദിവസങ്ങളിലെ ദർശന നിയന്ത്രണം തുടരും. പൊതു അവധി ദിനങ്ങളായ ജൂലൈ 13 മുതൽ 16 വരെ ക്ഷേത്രനട ഉച്ചയ്ക്ക് ശേഷം 3:30 തുറക്കും. ഈ ദിവസങ്ങളിൽ പതിവ് ദർശന നിയന്ത്രണം ഉണ്ടാകും. ദേവസ്വം ഭരണസമിതി യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് റോഡിലെ അറ്റകുറ്റപ്പണികൾ ജൂലൈ 5-നകം പൂർത്തിയാക്കാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിലാണ് KSTP അധികൃതർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. പുതുതായി രൂപപ്പെട്ട കുഴികളും തകരാറുകളും ജൂലൈ 5-നകം പരിഹരിച്ച് നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഇതിനു മുന്നോടിയായുള്ള യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ജോലികൾ ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനമായി. അറ്റകുറ്റപ്പണിക്ക് ശേഷം ഗതാഗത ക്രമീകരണങ്ങൾ നടത്തി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനുള്ള ഡൈവേർഷൻ പ്ലാൻ ബസ്സുടമകൾ, വ്യാപാര വ്യവസായ പ്രതിനിധികൾ എന്നിവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പണി പൂർത്തിയാക്കിയ പാലക്കൽ അമ്മാടം റോഡ് പരിശോധനയ്ക്ക് ശേഷം ജൂലൈ 2-ന് തുറന്നു നൽകാനും യോഗത്തിൽ തീരുമാനമായി. കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ MD MT മുരളി, തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ PM കുര്യൻ, KSTP ഉദ്യോഗസ്ഥർ, ബസ് ഉടമ സംഘടനകൾ പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത പട്ടിക്കാട് പിക്കപ്പ് വാഹനത്തിൽ കടത്തിയ 1600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. പട്ടിക്കാട് എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ചും ചേർന്നാണ് 2 വാഹനങ്ങളിലായി സ്പിരിറ്റ് പിടികൂടിയത്. 47 കന്നാസുകളിലായാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. പ്രതികളിൽ നിന്ന് 1,10,000 രൂപയും കണ്ടെടുത്തു. പറവൂർ സ്വദേശി പ്രദീപ്, രാജേഷ്, യേശുദാസൻ, ബിജു എന്നിവരാണ് അറസ്റ്റിലായത്. തെക്കൻ ജില്ലയിൽ വ്യാജമദ്യം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് സ്പിരിറ്റ് കൊണ്ടുവന്നതെന്നാണ് പ്രതികൾ നൽകുന്ന സൂചന. സ്ക്വാഡ് അംഗം ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ MK കൃഷ്ണപ്രസാദ്, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TG മോഹനൻ, KM സജീവ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ TR സുനിൽ, MS സുധീർ കുമാർ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്ക്വാഡ് അംഗം MK കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്പിരിറ്റ് പിടികൂടിയത്. കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കിയ വെള്ളിക്കുളങ്ങര സർക്കാർ മൃഗാശുപത്രിയുടെ പുനർനിർമ്മാണം നീളുന്നു.
വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ ഹൈസ്കൂളിന് സമീപമുണ്ടായിരുന്ന മൃഗാശുപത്രി കെട്ടിടം പുനർനിർമ്മാണത്തിനായി പൊളിച്ചു നീക്കിയിട്ട് മാസങ്ങളായെങ്കിലും ആവശ്യമായ ഫണ്ട് അനുവദിച്ചു കിട്ടാത്തതിനാൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ വൈകുകയാണ്. വെള്ളിക്കുളങ്ങര ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്തെ സാംസ്കാരിക നിലയം കെട്ടിടത്തിലാണ് ഇപ്പോൾ മൃഗാശുപത്രി താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. പുതിയ മൃഗാശുപത്രി കെട്ടിടത്തിനായി 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് നേരത്തെ തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പുനർനിർമ്മാണത്തിന് ഇത്രയും തുക അനുവദിച്ചു കിട്ടാൻ കാലതാമസം വരുമെന്നാണ് സൂചന. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വളർത്തുമൃഗങ്ങളുള്ള പഞ്ചായത്തുകളിലൊന്നായ മറ്റത്തൂരിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മൃഗാശുപത്രി കെട്ടിടം അനിവാര്യമാണ്. പഴയ കെട്ടിടത്തിന് മുൻഭാഗത്തെ മേൽക്കൂരയിൽ നിന്ന് കോൺക്രീറ്റ് അടർന്നു വീഴാൻ തുടങ്ങിയതോടെയാണ് കെട്ടിടം സുരക്ഷിതമല്ലാതായത്. TCV കൊടകര. മാള വടമയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. സമ്പാളൂർ സ്വദേശി പുതുശ്ശേരി വീട്ടിൽ 39 വയസ്സുള്ള ഡൽബിൻ ബാബുവാണ് മരിച്ചത്. ഡൽബിൻ ബാബുവിന്റെ സഹോദരന്റെ വിവാഹം ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പുതുശ്ശേരി വീട്ടിൽ അഭയ് വർഗീസിന് പരിക്കേറ്റു. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാൻ കത്തി നശിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണ്ണമ്പേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമായിരുന്നു സംഭവം. കേബിൾ ഓപ്പറേറ്ററായ വരാക്കര സ്വദേശി അന്തിക്കാട് ലിൻസന്റെ വാനാണ് കത്തി നശിച്ചത്. വാനിന്റെ പുറകിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് ലിൻസൺ വാഹനം നിർത്തി പുറത്തേക്കിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തീപിടുത്തത്തിനിടെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിയും ഉണ്ടായിരുന്നു. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. മണ്ണമ്പേട്ട പൂക്കോട് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. എതിരെ വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു. കാവല്ലൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. വിൽപ്പനയ്ക്ക് കൊണ്ടുപോയിരുന്ന മദ്യവുമായി യുവാവിനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കാളക്കല്ല് പുളിഞ്ചോട് പുത്തൻ വീട്ടിൽ ശ്യാമാണ് അറസ്റ്റിലായത്. വരന്തരപ്പള്ളി പെട്രോൾ പമ്പിന് സമീപത്തു നിന്നാണ് ശ്യാമിനെ മദ്യവുമായി പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 3.5 ലിറ്റർ മദ്യം പോലീസ് കണ്ടെടുത്തു. ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങുന്ന മദ്യം ആവശ്യക്കാർക്ക് ചില്ലറയായി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു. SHO KN മനോജ്, SI അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചേർപ്പ് മുത്തുള്ളിയാലിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിലിടിച്ച് അപകടം. വാഹനത്തിലുണ്ടായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികളായ 3 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാറിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് എതിർവശത്തെ മരത്തിലിടിച്ചായിരുന്നു അപകടം. സാമ്പത്തിക വർഷം ആരംഭിച്ച് 3 മാസം പിന്നിട്ടിട്ടും എരുമപ്പെട്ടി പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ജോലി നൽകാത്തതിൽ കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചു. തൊഴിലാളികൾക്ക് ജോലി നൽകുന്നതിന് വേണ്ട യാതൊരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്ന് മെമ്പർമാർ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നത്. ഇതിന് പിന്തുണ നൽകുന്ന സമീപനമാണ് എരുമപ്പെട്ടി പഞ്ചായത്തും കൈക്കൊള്ളുന്നത്. മറ്റ് പഞ്ചായത്തുകളിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലാളികൾക്ക് ജോലി നൽകുമ്പോൾ എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും മെമ്പർമാർ ആരോപിച്ചു. കോൺഗ്രസ് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, PK മാധവൻ, റിജി ജോർജ്, സതി മണികണ്ഠൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കയ്പമംഗലത്ത് ഇതര സംസ്ഥാനക്കാർ നടത്തിയിരുന്ന പാൻമസാല വിൽപ്പന കേന്ദ്രങ്ങൾ പൂട്ടിച്ചു. 3 പീടിക, അറവുശാല, വഴിയമ്പലം എന്നിവിടങ്ങളിലായി നിരവധി കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അറവുശാലയിൽ ഇതര സംസ്ഥാനക്കാർ നടത്തിയിരുന്ന ഹോട്ടലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം പോലീസും പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ചേർന്നാണ് ഇവരുടെ മറ്റു കടകളും പൂട്ടിച്ചത്. SI N പ്രദീപ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോജ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, സെക്രട്ടറി രതീഷ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പാൻമസാല ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. വൈദ്യുതി മേഖലയിലെ ആധുനികവൽക്കരണം വിവിധ സേവനങ്ങളെ വാതിൽപ്പടിയിലെത്തിച്ചതായി റവന്യൂ മന്ത്രി K രാജൻ. പുത്തൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ആവശ്യമുള്ള പ്രദേശങ്ങളിൽ ലൈൻ വലിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്നുൾപ്പെടെ ഫണ്ട് ലഭ്യമാക്കും. 2030ഓടെ സംസ്ഥാനത്തെ 50% വൈദ്യുതിയും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സിൽ നിന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ്. വൈദ്യുതി ലഭ്യമാക്കാത്ത ആദിവാസി ഉൾപ്രദേശങ്ങളിൽ വെളിച്ചം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക്
ഊന്നൽ നൽകിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും 2040ഓടെ കേരളത്തെ പുനരുപയോഗ ഊർജാധിഷ്ഠിത സംസ്ഥാനമായി മാറ്റുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC അശ്വതി, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MA ഷാജു, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PK സുധർമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്താത്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ്, ബാലൻ വാറനാട്ട്, PR പ്രകാശൻ, വിപിൻ വലങ്കര, KV ശ്രീജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിൽ നിന്ന് യുവാവ് ഭാരതപ്പുഴയിലേക്ക് ചാടി. ഫയർഫോഴ്സും ചെറുതുരുത്തി പോലീസും തിരച്ചിൽ നടത്തുന്നു. കൈലി മുണ്ടെടുത്ത യുവാവാണ് പുഴയിലേക്ക് ചാടിയത്. കൊടുങ്ങല്ലൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ തടഞ്ഞ കേസിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 3 പേരെ കോടതി ശിക്ഷിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, കൊടുങ്ങല്ലൂരിലെ ഗിഫ്റ്റ് ഹൌസ് ഉടമ സലീൽ, മാനേജർ അനൂപ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. വിനോദ് കുമാറിന് 6 മാസം തടവും സലീൽ, അനൂപ് എന്നിവർക്ക് 3 മാസം തടവും 5000 രൂപ പിഴയുമാണ് ശിക്ഷ. 3 പേർക്ക് കോടതി ജാമ്യവും അപ്പീൽ സമർപ്പിക്കാൻ 1 മാസത്തെ കാലാവധിയും അനുവദിച്ചു. 2016 ഒക്ടോബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊടുങ്ങല്ലൂർ വടക്കേനടയിലുള്ള ഗിഫ്റ്റ് ഹൌസ് എന്ന സ്ഥാപനത്തിൽ മുൻകൂർ നോട്ടീസില്ലാതെ പരിശോധന നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് വ്യാപാരികൾ തടഞ്ഞത്. സർക്കാരിനു വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജെയിംസ് കാരണത്ത് കോടതിയിൽ ഹാജരായി. കേരള സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് തുടക്കമായി. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ തൃശൂർ തിരുവനന്തപുരത്തെയും ആലപ്പുഴ പത്തനംതിട്ടയെയും പരാജയപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നായിരുന്നു മത്സരാർത്ഥികൾ മാറ്റുരച്ചത്. 14 ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ 4 ഗ്രൂപ്പുകളിലായാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം CV പാപ്പച്ചൻ, KFA സെക്രട്ടറി P അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂലൈ 6 വൈകിട്ട് ഫൈനൽ മത്സരം നടക്കും. അത്താണിയിൽ പൂമല റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. പൊടിപ്പാറ കോളനി മുതൽ വെടിപ്പാറ വരെ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ജീവൻ പണയം വെച്ചാണ് ഇതുവഴി ഇരുചക്രവാഹന യാത്രികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. അത്താണിയിൽ നിന്നും തിരിഞ്ഞ് വിനോദസഞ്ചാര കേന്ദ്രമായ ചെപ്പാറ, പൂമല ഡാം, പത്താഴക്കുണ്ട് ഡാം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥ ഏറെ ശോചനീയമാണ്. ഇങ്ങോട്ടുള്ള യാത്ര ചില ഭാഗങ്ങളിൽ ബോട്ട് യാത്രയ്ക്ക് സമാനമാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ജനസഞ്ചാരമുള്ള റോഡിൽ ഇരുചക്രവാഹനങ്ങൾ തെന്നിമറിഞ്ഞു വീണുള്ള അപകടങ്ങൾ നിരവധിയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയിലേക്ക് പോലും ഈ റോഡിലൂടെ കൊണ്ടുപോകാനാവാത്ത അവസ്ഥയാണ്. തെക്കുംകര പഞ്ചായത്തിലെ റോഡാണെങ്കിലും റോഡിന്റെ പൂർണ്ണാധികാരം ജില്ലാ പഞ്ചായത്തിനാണ്. റോഡ് അറ്റകുറ്റപ്പണികൾക്ക് 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുക ഇനിയും ലഭിക്കാത്തതിനാൽ പണി ആരംഭിക്കാനായിട്ടില്ല. ഈ സാഹസിക യാത്ര എന്ന് അവസാനിക്കുമെന്ന ആശങ്കയിലാണ് യാത്രികർ. TCV വടക്കാഞ്ചേരി. നിരവധി പരാതികൾ ഉയർന്ന ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പദ്ധതി വിഹിതത്തിലെ 23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 3 ചേംബറുകളുടെ അറ്റകുറ്റപ്പണികളടക്കം നവീകരണം നടന്നത്. അസ്ഥികൾ ചാക്കുകെട്ടുകളാക്കി സൂക്ഷിക്കുകയും അവ മഴയത്ത് പുറത്തേക്ക് പോകുന്ന കാലങ്ങളായുള്ള അവസ്ഥയിൽ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. മൃതദേഹങ്ങൾക്കൊപ്പം എത്തുന്ന റീത്തുകളും മൺകുടങ്ങളുടെ അവശിഷ്ടങ്ങളും ശേഖരിക്കാൻ മറ്റൊരു ടാങ്കും നിർമ്മിച്ചിട്ടുണ്ട്. അപകട ഭീഷണിയുമായി ചാലക്കുടി അതിരപ്പിള്ളി റോഡ്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കാത്ത ഭാഗങ്ങളിൽ ചെറുതും വലുതുമായി നിരവധി ഗർത്തങ്ങൾ രൂപം കൊണ്ടു. പരിയാരം എലിഞ്ഞിപ്ര പ്രദേശത്താണ് ചതിക്കുഴികളുടെ രൂക്ഷത. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. രാത്രിയും മഴ പെയ്യുന്ന സമയങ്ങളിലും ജീവൻ പണയപ്പെടുത്തി വേണം ഇതിലെ യാത്ര ചെയ്യാൻ. വിനോദസഞ്ചാരികളുടെ അടക്കം 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റൂട്ടാണ് ആനമല റോഡ്.
ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന അതിരപ്പള്ളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്ന് ആവശ്യം. അവധി ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും അതിരപ്പള്ളിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നൂറുകണക്കിന് കാറുകളും വലിയ ബസ്സുകളും റോഡിൽ പാർക്ക് ചെയ്യുന്നത് മൂലം ഗതാഗത കുരുക്കുണ്ടാകുന്നു. ഇത് പരിഹരിക്കുവാൻ പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. ടൂറിസ്റ്റ് കേന്ദ്രത്തിനോട് ചേർന്നുള്ള ഫോറസ്റ്റ് വക ഭൂമിയിൽ പാർക്കിംഗിന് വേണ്ടി സ്ഥലം ഒരുക്കണമെന്നും വാഹനങ്ങളിൽ നിന്നും പാർക്കിംഗ് ഫീസ് ഈടാക്കാവുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി ടൂറിസം മന്ത്രിക്ക് സംഘടന നിവേദനം നൽകി. മാള പൊയ്യയിലെ പൊതുശ്മശാനത്തിന് തടസ്സമായിരുന്ന ചട്ടങ്ങളിലെ കുരുക്കഴിഞ്ഞു. പൊതുശ്മശാനത്തിനായി സ്ഥലം നികത്തുന്നതിന് അംഗീകാരം നൽകണമെന്ന സംസ്ഥാനതല സമിതി യോഗത്തിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അനുമതി നൽകി ഉത്തരവിട്ടത്. പൊയ്യ പഞ്ചായത്ത് പൊതുശ്മശാനത്തിനായി വാങ്ങിയ സ്ഥലത്തിലെ ചുറ്റുമതിൽ കെട്ടിയ 20 സെന്റ് പുരയിടമായി കിടന്നിരുന്നതാണെന്ന് കൃഷിവകുപ്പ് വ്യക്തമാക്കിയിരുന്നെങ്കിലും സംസ്ഥാന തലത്തിലുള്ള സമിതിയുടെ അംഗീകാരം ലഭിച്ചിരുന്നില്ല. ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന പൊതുശ്മശാനം നിർമ്മിക്കുന്നതിന് സ്ഥലം പരിവർത്തനം ചെയ്യുന്നതിന് ഉത്തരവിറങ്ങിയതോടെ വർഷങ്ങളായുള്ള നിയമ തടസ്സങ്ങളാണ് നീങ്ങിയത്. സ്ഥലം 2008 മുൻപ് നികത്തിയതാണെങ്കിലും രേഖകൾ പഞ്ചായത്തിൽ ലഭ്യമായിരുന്നില്ല. അതേസമയം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം ചുറ്റുമതിൽ കെട്ടിയിരുന്നു. പിന്നീട് സാറ്റലൈറ്റ് സർവേ നടത്തി പരിവർത്തനം സ്ഥിരീകരിച്ചിരുന്നു. ഇതനുസരിച്ച് വില്ലേജ് ഓഫീസർ സ്കെച്ച് തയ്യാറാക്കി കൃഷി ഓഫീസർ റിപ്പോർട്ടും നൽകിയിരുന്നു. ഈ സ്ഥലത്തിലേക്ക് 3 മീറ്റർ വീതിയിൽ വഴിയും നിലവിലുണ്ട്. പുളിപ്പറമ്പിൽ 1982 98.86 സെന്റ് സ്ഥലം ശ്മശാനത്തിനായി വാങ്ങിയെങ്കിലും നടപടിയെടുത്തിരുന്നില്ല. ഈ സ്ഥലത്തിൽ 20 സെന്റ് ഭാഗം 2008 മുൻപ് നികത്തിയതാണ്. തരം മാറ്റുന്നതിൽ അപാകതയില്ലെന്ന് 2019 വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയെങ്കിലും കൃഷിവകുപ്പിന്റെ സംസ്ഥാനതല സമിതി അംഗീകരിച്ചിരുന്നില്ല. പഞ്ചായത്തിൽ ആധുനിക രീതിയിലുള്ള ശ്മശാനം വന്നാൽ പൊയ്യ പഞ്ചായത്തിന് പുറമെ കുഴൂർ, മാള പഞ്ചായത്തുകളിലുള്ളവർക്കും ഏറെ പ്രയോജനമാകും. TCV ന്യൂസ്, മാള. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ രാജിവെച്ചു. കോൺഗ്രസിലെ ധാരണ പ്രകാരമാണ് രാജിവെച്ചത്. സനൽ മന്നളി അടുത്ത പ്രസിഡന്റായേക്കും. 3 വർഷം പ്രിൻസൻ തയ്യാലക്കലും 2 വർഷം സനൽ മന്നളിയും പ്രസിഡന്റാകുമെന്നായിരുന്നു ധാരണ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെ 6 മാസം കൂടുതൽ പ്രിൻസൻ തയ്യാലക്കൽ പ്രസിഡന്റാകുകയായിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന ശേഷമാണ് സെക്രട്ടറിക്ക് രാജിക്കത്ത് സമർപ്പിച്ചത്. തമിഴ്നാട്ടിൽ നടന്ന അണ്ടർ 23 സൌത്ത് ഇന്ത്യ റസ്ലിംഗ് മത്സരത്തിൽ ഫ്രീ സ്റ്റൈൽ 125 കിലോഗ്രാം വിഭാഗത്തിൽ കേരളത്തിനു വേണ്ടി റൈസുദ്ദീൻ MR വെള്ളി മെഡൽ നേടി. സഹോദരി റിനീസ 59 കിലോഗ്രാമിൽ വെങ്കലവും കരസ്ഥമാക്കി. ആദൂർ മാനാത്ത് പറമ്പിൽ റഫീഖ് തങ്ങൾ നൌഷിജ ദമ്പതികളുടെ മക്കളാണ്. മറമ്പള്ളി MIS കോളേജിൽ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് റൈസുദ്ദീൻ. റിനീസ തൃശൂർ വിമല കോളേജിലെ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയുമാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഇരുവരും റസ്ലിംഗ് പരിശീലനം ആരംഭിച്ചത്. ഇൻഡോ അറബ് കൾച്ചറൽ അക്കാദമി ലോകസഞ്ചാരിയും തത്വചിന്തകനുമായ ഇബ്ൻ ബത്തൂത്തയുടെ സ്മരണാർത്ഥം സാമൂഹിക പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് കരീം പന്നിത്തടം അർഹനായി. 25,000 രൂപയും ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്കാരം ജൂലൈ അവസാനം കോഴിക്കോട് സമ്മാനിക്കും. മറ്റത്തൂർ പഞ്ചായത്ത് പൂഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 16ാം വാർഡിലെ 9 ചെണ്ടുമല്ലി തൈകൾ നട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല ഉണ്ണികൃഷ്ണൻ, വാർഡംഗം MS സുമേഷ്, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രജിത തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് കല്ലിടവഴി റോഡരികിൽ കാഴ്ച മറച്ച് വളർന്ന പൊന്തക്കാടുകളും റോഡിലെ വെള്ളക്കെട്ടും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. വളർന്നു നിൽക്കുന്ന പൊന്തക്കാടുകൾ കാഴ്ച പൂർണ്ണമായും മറയ്ക്കുന്ന നിലയിലാണ്. റോഡിന്റെ അരികിൽ വെള്ളക്കെട്ടും കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലം ഇരുചക്ര വാഹന യാത്രക്കാർ വെള്ളക്കെട്ടും കുഴികളും ഒഴിവാക്കി റോഡിന്റെ വലതുവശം ചേർന്നു പോകാൻ നിർബന്ധിതരാകുന്നു. എതിർദിശയിൽ നിന്ന് വരുന്ന ഇരുചക്ര വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചുള്ള അപകടങ്ങൾ പതിവാകുകയുമാണ്. പൊന്തക്കാടുകൾ നീക്കം ചെയ്ത് റോഡിലെ കുഴികൾ അടച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു സൈഡിലെ കുഴികളും മറുസൈഡത്ത് പൊന്തകളും ഉള്ളത് കൊണ്ട് ആൾക്കാർ ഒരു സൈഡിൽ കൂടെ വണ്ടികളും പോകുന്നു, മറുസൈഡത്ത് നടക്കാൻ പറ്റാത്തതുമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. TCV ന്യൂസ്, അന്തിക്കാട്. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NA നൂറുൽ ഹുദ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VC മനോജ്, മുൻ ബാങ്ക് പ്രസിഡന്റ് TV സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS സലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാരണം അവർ പഠിച്ച് എത്രയോ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഫുൾ A+ വാങ്ങിക്കാൻ കഴിഞ്ഞത്. അവരെ പഠിപ്പിച്ച അധ്യാപകർ, അവരെ രക്ഷിതാക്കൾ, അവരുടെ സ്കൂളിലെ PTA ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് നമ്മുടെ മക്കൾ ഇത്രയും വിജയത്തിലെത്താൻ കഴിഞ്ഞത്. പെരിങ്ങനത്ത് കടലിൽ നിന്നും പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. കടലിൽ ഒഴുകിപ്പോകുന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികൾ മൃതദേഹം കണ്ടത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 40 വയസ്സ് തോന്നിക്കും. മഞ്ഞയിൽ നീല വരെയുള്ള ഷർട്ടും കറുത്ത പാന്റുമാണ് ധരിച്ചിട്ടുള്ളത്. പോലീസ് എത്തി മൃതദേഹം കരക്കെത്തിച്ചു. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. അന്യമായിക്കൊണ്ടിരിക്കുന്ന തഴപ്പായയെ ഉപജീവന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ് എടത്തിരിഞ്ഞി ചെട്ടിയാൽ സ്വദേശി അടിപ്പറമ്പിൽ അശോകൻ. മൂന്നര പതിറ്റാണ്ടായി വീടുകളിൽ നിന്നും തഴപ്പായകൾ ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുവിറ്റാണ് ഈ 64-കാരൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 35 വർഷം മുമ്പാണ് തഴപ്പായ വിൽപ്പനയിലേക്കുള്ള അശോകന്റെ കാൽവെപ്പ്. തീരദേശ മേഖലയിൽ കൈതയോല സുലഭമായി ലഭിച്ചിരുന്നതിനാൽ ഭൂരിഭാഗം വീടുകളിലും അന്ന് തഴപ്പായ നെയ്ത്ത് സജീവമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ മനോഹരമായി നെയ്തെടുക്കുന്ന മിതമായ വിലയിൽ ലഭിക്കുന്ന തഴപ്പായയ്ക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. തഴപ്പായയുടെ മികച്ച വിപണി സാധ്യതയാണ് അശോകനെ പായ വിൽപ്പനക്കാരനാക്കി മാറ്റിയത്. അഴീക്കോട് മുതൽ ചേറ്റൂർ വരെയുള്ള കടലോര ഗ്രാമങ്ങളിൽ നിന്നാണ് അന്ന് കൈതയോല പായകൾ ശേഖരിച്ചിരുന്നത്. ആഴ്ചയിൽ 200 മുതൽ 300 വരെ പായകളാണ് വീടുകളിൽ നിന്നും ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നത്. പിന്നീട് പ്ലാസ്റ്റിക് പായകൾ വിപണി കീഴടക്കിയതോടെ തഴപ്പായയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞു. ഇത് തഴപ്പായ നെയ്ത്തുകാരെയും തളർത്തി. കൈതയോല കൃഷി നശിച്ചതും പായ വ്യവസായ രംഗത്തെ പ്രതികൂലമായി ബാധിച്ചു. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പായകളുടെ എണ്ണം ആഴ്ചയിൽ 40 മുതൽ 50 വരെയായി ചുരുങ്ങിയതായി അശോകൻ പറയുന്നു. 250 മുതൽ 280 രൂപ വരെയാണ് തഴപ്പായകൾക്ക് ഇപ്പോഴത്തെ വില. തൊഴിലുറപ്പ് പദ്ധതി വന്നതോടെ പായ നെയ്ത്തുകാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായും അശോകൻ പറയുന്നു. പ്ലാസ്റ്റിക്കിന്റെ പുല്ലാവുന്നതോടുകൂടി അതിന്റെ ചെലവ് വളരെ കുറവാണ്. മരിച്ചാൽ മാത്രമേ അതിനൊക്കെ പോകണുള്ളൂ. ഇതിനൊരു വില അങ്ങനെ കൂടുതലങ്ങനെ കയറുന്നില്ല. 250, 300 താഴെയായിട്ട് ഇങ്ങനെ നിൽക്കണം. കാര്യമായിട്ടൊന്നും പുരോഗമനമൊന്നുമില്ല. ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ പോകണ്ടെന്ന് മാത്രം. 64 വയസ്സായി. ഇനിയിപ്പോൾ ഇതിന്റെ മുകളിലൊരു പരിപാടി ചെയ്യാനുള്ള ഇടപാട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഇല്ല, ചെയ്തിട്ട് കാര്യവുമില്ല. TCV കയ്പമംഗലം. എറവ് പരക്കാട് സ്മാർട്ട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതിൽ പാളിച്ചകളെന്ന ആക്ഷേപം. വൈദ്യുതി നിലച്ചാൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന സ്ഥിതിയാണ്. വൈദ്യുതി ബന്ധം നിലയ്ക്കുന്ന സമയത്ത് പകരമായി ഉപയോഗിക്കാൻ ഇൻവെർട്ടറോ ജനറേറ്ററോ ഇല്ലാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. ഇതുമൂലം ഭൂനികുതി അടയ്ക്കാനെത്തുന്നവർക്കും മറ്റും സേവനങ്ങൾ ലഭ്യമാകുന്നതിന് വൈദ്യുതി വരുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. എഴുതി കൊടുക്കാനുള്ള രസീറ്റ് പുസ്തക സംവിധാനം ഇവിടെയില്ല. മഴ ശക്തമായാൽ പ്രദേശത്ത് വൈദ്യുതി ബന്ധം തകരാറിലാകുന്നതും പതിവാണ്. അടിയന്തരമായി ഇൻവെർട്ടർ സ്ഥാപിച്ചില്ലെങ്കിൽ വില്ലേജ് സേവനങ്ങൾ ലഭിക്കാതെ ആളുകൾ മടങ്ങേണ്ടി വരുമെന്ന സാഹചര്യമാണുള്ളത്. 2020-21 പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക രീതിയിൽ വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത്. മഴ പെയ്തതോടെ കുളമായി മാറി പള്ളം ദേശമംഗലം കനാൽ റോഡ്. 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഈ വഴി കടന്നുപോകുന്നത്. ദേശമംഗലം പഞ്ചായത്തിന് കീഴിലുള്ള റോഡാണിത്. കനാലും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് വെള്ളം നിറഞ്ഞിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ കനാലിലേക്ക് വീഴുന്നതും പതിവാണ്. കനാൽ മാലിന്യം നിറഞ്ഞ് വൃത്തിഹീനമാണ്. ഇത് ശുദ്ധീകരിക്കാനോ റോഡിൽ അരികിലുള്ള പൊന്തക്കാട് വെട്ടിമാറ്റാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ബിനോയ് മന്നലി തിരുനാൾ സന്ദേശം നൽകും. ഞായറാഴ്ചയാണ് തിരുനാൾ. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രാത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നും മതിയായ ജീവനക്കാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് മറ്റത്തൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സൂപ്രണ്ടിന് നിവേദനം സമർപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, UDF മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, പഞ്ചായത്ത് അംഗം സൂരജ് കുണ്ടനി,
പോൾ പുല്ലോക്കാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആരോഗ്യ കേന്ദ്രത്തിലെത്തി പരാതി നൽകിയത്. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, MP, MLA, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ എന്നിവർക്കും നിവേദനം നൽകി. നമുക്കറിയാം, ഒരു 1 ലക്ഷത്തോളം വരുന്ന മറ്റത്തൂർ പഞ്ചായത്ത്, വരന്തരപ്പള്ളി പഞ്ചായത്ത്, കോടശ്ശേരി പഞ്ചായത്തിലെ 1 ലക്ഷത്തോളം വരുന്ന രോഗികൾ ആശ്രയമായി കാണുന്ന ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആനപ്പാന്തം ആദിവാസി കോളനികളിലെ കുടുംബങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നിർധനരായ രോഗികളും ആശ്രയിക്കുന്ന ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സ്ഥിതി ഇന്ന് അതീവ ശോചനീയമാണ്. ഖത്തറിലെ വാടാനപ്പള്ളി നിവാസികളുടെ കൂട്ടായ്മയായ വാടാനപ്പള്ളി പ്രവാസി സെക്യുലർ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. സംഗമം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ജലാൽ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, KV സിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ, വെള്ളി ഗ്രാമിന് 94 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3653 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ വലഞ്ഞു. മതിയായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്ന് നാട്ടുകാർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂലൈ 1 മുതൽ ഉദയാസ്തമന പൂജാ ദിവസങ്ങളിൽ നടപ്പാക്കാനിരുന്ന VIP ദർശന നിയന്ത്രണം ഒഴിവാക്കും. പൊതു അവധി ദിവസങ്ങളിലെ ദർശന നിയന്ത്രണം തുടരും. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ അറ്റകുറ്റപ്പണികൾ ജൂലൈ 5-നകം പൂർത്തിയാക്കാൻ മന്ത്രി ഡോക്ടർ R ബിന്ദു കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. പണി പൂർത്തിയാക്കിയ പാലക്കൽ അമ്മാടം റോഡ് ചൊവ്വാഴ്ച തുറന്നു നൽകുമെന്ന് മന്ത്രി. ദേശീയപാത പട്ടിക്കാട് 1600 ലിറ്റർ സ്പിരിറ്റുമായി 4 പേർ എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് പറവൂർ സ്വദേശികൾ. പ്രതികളിൽ നിന്ന് 1,10,000 രൂപ കണ്ടെടുത്തു. കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കിയ വെള്ളിക്കുളങ്ങര സർക്കാർ മൃഗാശുപത്രിയുടെ പുനർനിർമ്മാണം നീളുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം തുക അനുവദിക്കുന്നില്ലെന്ന് പരാതി. മാള വടമയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാൻ കത്തിനശിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വരാക്കര സ്വദേശി ലിൻസന്റെ വാനാണ് കത്തിനശിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.